അത് മറ്റാരും കാണാതെ എടുത്തു കഴിക്കുക എന്നതാണ് നിങ്ങൾക്ക് നൽകുന്ന സീക്രട്ട് ടാസ്ക്. നമസ്കാരം, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോ ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് മറ്റൊന്നുമല്ല, ആര്യന് നമ്മൾ പ്രൊമോയിൽ കണ്ട സംഭവം ഉണ്ടല്ലോ, ആര്യന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ടാസ്ക് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പേ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ പറയുന്ന നൂറെ വിളിക്കുന്നു. നൂറെ വിളിച്ച് കുടുംബ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരും ചോദിക്കുമ്പോൾ നൂറ പറയുന്നത് സ്വന്തം അനുജനെയാണ് മിസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ കൂട്ടുകാരി ആരും ചോദിക്കും, അത് അനുമോൾ എന്ന് പറയുന്നു. പിന്നെ അവരുടെ എനിക്ക് തോന്നുന്നു അനിയനും സഹോദരിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ പിന്നെന്താണ് വൈകാരികമായിട്ട് എന്ത് ചെയ്യുന്നു, വളരെ വിഷമത്തെ കരയുന്ന ആദിലല്ല നൂറ കരയുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് എന്താണ് ഉമ്മയും ബാപ്പയൊക്കെ എന്ത് ചെയ്യും, അവര് പറഞ്ഞു പലതും പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റിയതാണ്. പക്ഷെ എനിക്ക് പിന്നെ എന്റെ അനിയനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പറയുന്ന ഫാമിലി വീക്കിൽ അവര് വരും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അത് നടന്നില്ല, എനിക്ക് സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം വിളിച്ചതിന് ശേഷം പിന്നെ വിളിച്ചു. അങ്ങനെ അതിന് ശേഷമാണ് ആര്യനെ വിളിച്ചത്. ഇത് കാരണം ആര്യനെ അവർ പറയുന്നുണ്ട് മറ്റവരെയൊക്കെ വിളിച്ചത് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആര്യനെ മാത്രം വിളിച്ചു കഴിഞ്ഞാൽ ആര്യന് എന്തെങ്കിലും ടാസ്ക് കൊടുത്തതെന്ന് അവർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെയൊക്കെ വിളിച്ചതെന്ന് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ആര്യനെ വിളിച്ചതിന് ശേഷം നെവിനെ വിളിക്കുന്നുണ്ട്. നെവിൻ ചെന്ന് കയറിയെന്ന് പറയുന്നുണ്ട്, സീക്രട്ട് ടാസ്ക് തരാൻ വേണ്ടിയിട്ടല്ലേ എന്നെ വിളിച്ചതെന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആര്യനെ വിളിച്ച ആ ഒരു സംഭവം ചെറിയൊരു ക്ലിപ്പ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, അത് മറ്റാരും കാണാതെ എടുത്തു കഴിക്കുക എന്നതാണ് നിങ്ങൾക്ക് നൽകുന്ന സീക്രട്ട് ടാസ്ക്. തുറന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് തന്ത്രപൂർവ്വം കഴിക്കുക എന്നതാണ് ഈ ടാസ്കിൽ ആര്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഓക്കെ, ടാസ്ക് ഇത്രയേ ഉള്ളൂ. അതായത് ആര്യൻ ഒരു ഫോൺ കൊടുക്കും. ഒരു ഫോൺ ഉണ്ട് ആര്യന്റെ കയ്യിൽ. അതായത് നമ്മൾ പല ബിഗ് ബോസിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ, ഫോണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ, ആഹാര സാധനങ്ങൾ പലയിടത്തായിട്ട് വെച്ചിരിക്കും. അപ്പോൾ ബിഗ് ബോസ് ആര്യനെ വിളിക്കും, ഇടയ്ക്ക് വെച്ച് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ആരും കാണാതെ ഫോൺ എടുക്കുക. അപ്പൊ ഇന്നെടുത്ത് ആഹാരമുണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആര്യൻ പോയി അത് എടുത്തിട്ട് വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒളിച്ചിരുന്ന് കഴിക്കാൻ പാടില്ല. അതായത് ബാത്റൂമിലോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിലോ കൊണ്ടുപോയി കഴിക്കാൻ പാടില്ല. ഈ തുറന്ന സ്ഥലങ്ങളിൽ, അതായത് ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ഇത് കഴിക്കണം എന്നുള്ളതാണ് ഇവന് കൊടുത്ത ടാസ്ക്. അതിനകത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഏതെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ എന്റെ പേര് പറയരുത്. അതായത് നമ്മൾ തമ്മിൽ ഈ പറയുന്ന എന്താണ്, ഇതൊരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു എന്ന് വെളിപ്പെടുത്തരുത് എന്നുള്ളതാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പൊ ആര്യന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണാൻ ഒരു നല്ല ആര്യന്റെ ഇടയ്ക്കുള്ള ഒരു എക്സ്പ്രഷൻ കാണാൻ നല്ല സ്വന്തമുണ്ട്. എന്തൊക്കെയായാലും ജിസേൽ പോയതിനു ശേഷം ആര്യൻ കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ ജിസേൽ ആയിരുന്നു ആര്യന്റെ ഒരു വിലങ്ങ് തടി എന്നുള്ളത് നമുക്ക് എന്താണ് സ്പഷ്ടമായിട്ട്. ഇപ്പൊ അവൻ കുറച്ച് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഓക്കെ, അപ്പോ പറയുന്നു, അതിനുശേഷം ബിഗ് ബോസ് തന്നെ പറയുന്നു, ഇതിന് ശേഷം നിങ്ങൾ അതാ പക്ഷെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫോൺ ഒരിക്കലും കാണിക്കരുത്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടോണം, എന്റെ പേര് പറയില്ല, ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് കൊടുക്കും. അതായത് ബിഗ് ബോസിന്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആര്യനോട് തന്നെ പറയുന്നുണ്ട്, ഇതിന് ശേഷം മറ്റു പലരും ഇതിൽ അംഗങ്ങളാവാം, മറ്റു പലരെയും ഇതിനകത്ത് കൂട്ടിച്ചേർക്കും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ താങ്കൾ അതാപക്ഷെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു സീക്രട്ട് ടാസ്ക് ആണെന്നോ ഒന്നും ഒരിക്കലും പറയരുത്, വേറെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടോണം. അതിനുശേഷം ഈ പറയുന്ന ഇതിനകത്തോട്ട് അതങ്ങനെ പറയാൻ കാരണം യവൻ ആദ്യം പിടിക്കപ്പെട്ടു, ഇവൻ സീക്രട്ട് ടാസ്ക് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള മത്സരാർത്ഥികൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടാസ്ക് മുന്നോട്ട് പോകത്തില്ല. മറ്റുള്ളവരെ ആഡ് ചെയ്യണം, ഈ ടാസ്കിലോട്ട് മറ്റുള്ളവരെ ആഡ് ചെയ്യാനുള്ള ആ ഒരു ചാൻസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അങ്ങനൊരു ടാസ്ക് കൊടുത്തും എന്തായാലും നന്നായി ചെയ്യുമെന്ന് തോന്നുന്നു. ആര്യന് കുറച്ച് വെരളിയും വെപ്രാളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ നന്നായി നടക്കുമെന്ന് കരുതുന്നു. നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.